ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൃഷിയും കാർഷിക അനുബന്ധ മേഖലകളിൽ ഉപജീവനം നടത്തുന്നവർക്ക് ഹ്രസ്വകാലത്തേക്ക് ആവശ്യമായി വരുന്ന പണം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പൊതുമേഖലാ ബാങ്കുകൾ, ഷെഡ്യൂൾ ബാങ്കുകൾ, ഗ്രാമീണ ബാങ്കുകൾ, കേരള ബാങ്ക് തുടങ്ങിയവയിലൂടെ ലഭ്യമാക്കുന്നതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC വായ്പകൾ. ഈ കിസാൻ ക്രെഡിറ്റ് വായ്പകളെ സംബന്ധിച്ച വളരെ ഉപകാരപ്രദമായ ഇൻഫർമേഷൻസ് ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. കുറഞ്ഞ പലിശ നിരക്കിൽ കർഷകർക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 1998 ഈ വായ്പാ പദ്ധതി അവതരിപ്പിച്ചു. കർഷകന്റെ കൃഷിക്കും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും ഈ വായ്പ ഏറെ സഹായകമാകും. സബ്സിഡിയോട് കൂടിയ കുറഞ്ഞ പലിശ നിരക്കിലുള്ള വായ്പയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC വായ്പകൾ. അതോടൊപ്പം ലളിതമായ തിരിച്ചടവ് രീതിയും കർഷകർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ, കാർഷിക വിളകൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയും ഈ സ്കീമിന്റെ മറ്റൊരു ആകർഷകമായ സവിശേഷതയാണ്. മാത്രമല്ല, PM കിസാൻ പദ്ധതിയിലുള്ളവർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. PM കിസാൻ പോർട്ടലിൽ കിസാൻ ക്രെഡിറ്റ് കാർഡിനുള്ള അപേക്ഷാ ഫോം നൽകുകയും അത് ഡൗൺലോഡ് ചെയ്ത് ബാങ്കുകളിൽ നൽകി KCC വായ്പകൾ ലഭ്യമാക്കുന്നതിനും സാധിക്കുന്നതാണ്. ഭാവിയിൽ കർഷകർക്കുള്ള പല കേന്ദ്ര സംസ്ഥാന സർക്കാർ സബ്സിഡികളും ആനുകൂല്യങ്ങളും KCC വഴി ആയിരിക്കുമെന്നും വാർത്തകൾ വന്നിരുന്നു. കൃഷിക്കാർക്ക് കൃഷിയുടെ ഓരോ ഘട്ടത്തിലും ആവശ്യമായി വരുന്ന വായ്പ കൃത്യസമയത്ത് തന്നെ ലഭ്യമാക്കാനാണ് KCC വായ്പകൾ കൊണ്ടുവന്നത്. ബാങ്കുകളിൽ അപേക്ഷ നൽകി ഈ വായ്പ അനുവദിക്കുന്നതിനോടൊപ്പം തന്നെ കർഷകർക്ക് ഒരു ATM ഡെബിറ്റ് കാർഡ് കൂടി ലഭിക്കുന്നു. അനുവദിക്കപ്പെട്ട വായ്പാ തുകയിൽ നിന്ന് ഓരോ ഘട്ടത്തിലും ആവശ്യമായ തുക ഈ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ATMൽ നിന്നും പിൻവലിക്കാം. അല്ലെങ്കിൽ വിത്ത്, വളം, കൃഷിക്കാവശ്യമായ പമ്പ് സെറ്റ് പോലുള്ള യന്ത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഈ കാർഡിലൂടെ കട ഉടമകൾക്ക് തുക കൈമാറാവുന്നതാണ്. മറ്റു വായ്പകളെ അപേക്ഷിച്ച് KCC വായ്പകൾക്കുള്ള പ്രത്യേകത വായ്പാ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും പണം അക്കൗണ്ടിൽ ഇടുകയും എടുക്കുകയും ചെയ്യാം എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വായ്പ ഒരു വർഷത്തേക്ക് അനുവദിച്ചാൽ നിങ്ങൾ അതിൽ നിന്നും 50,000 രൂപ എടുത്തു, വീണ്ടും 25,000 രൂപ എടുത്തു. അതിനുശേഷം നിങ്ങൾ ഒരു 30,000 രൂപ തിരികെ അടച്ചു. അത് കഴിഞ്ഞ് വീണ്ടും 50,000 എടുത്തു, തുടർന്ന് 20,000 രൂപ വീണ്ടും അടച്ചു. ഇങ്ങനെ നിങ്ങൾക്ക് പാസ്സായ വായ്പാ പരിധിയിൽ നിന്നുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള തുക എടുക്കാനും നിങ്ങളുടെ കയ്യിൽ പണം വരുമ്പോൾ അതിലേക്ക് അടക്കുവാനും സാധിക്കും. ഏതൊരു സമയത്തും എടുക്കപ്പെട്ടിട്ടുള്ള പണത്തിന് മാത്രമേ നിങ്ങൾ പലിശ ഈടാക്കേണ്ടതായിട്ടുള്ളൂ. ഉദാഹരണത്തിന്, ഒരു കർഷകന് 1 ലക്ഷം രൂപ വായ്പ അനുവദിച്ചു എന്ന് കരുതുക. അദ്ദേഹത്തിന് വിത്തും വളവും വാങ്ങുന്നതിനും മറ്റ് ചിലവുകൾക്കും കൂടി ആദ്യ മാസം 10,000 രൂപ മാത്രമേ ആവശ്യമുള്ളൂ എങ്കിൽ അദ്ദേഹത്തിന് ATM വഴി 10,000 രൂപ മാത്രം പിൻവലിക്കാം. ഈ 10,000 രൂപക്ക് മാത്രമേ പലിശ ഈടാക്കപ്പെടുകയുള്ളൂ. എന്നാൽ ആദ്യമേ തന്നെ 1 ലക്ഷം രൂപയും വായ്പാ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടാൽ നിങ്ങൾ അതിൽ നിന്ന് 10,000 രൂപയാണ് എടുക്കുന്നുള്ളൂ എങ്കിൽ പോലും 1 ലക്ഷം രൂപയ്ക്കും പലിശ ഈടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അതിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ എടുക്കുവാനും അതിൽ തന്നെ തിരിച്ചടക്കുവാനും കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾക്ക് 9% പലിശ. കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് 5% പലിശ കേന്ദ്ര സർക്കാർ സബ്സിഡിയായി നൽകും. അതിനാൽ വായ്പ എടുത്തവർ 4% പലിശ മാത്രം നൽകിയാൽ മതി. ഈ കുറഞ്ഞ പലിശ നിരക്കിൽ 3 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നു. മാത്രമല്ല, 1,60,000 രൂപ വരെയുള്ള കാർഷിക വായ്പകൾക്ക് ഈടൊന്നും തന്നെ നൽകേണ്ടതില്ല എന്നത് ഈ പദ്ധതിയെ മറ്റു വായ്പകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. കൃഷിസ്ഥലത്തുള്ള വിളയാണ് ഇതിന് ഈടായി പരിഗണിക്കുന്നത്. 1,60,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന വായ്പകൾക്ക് സ്വർണ്ണ പണയമോ വസ്തുവോ ഈടായി നൽകേണ്ടതാണ്. കൃഷിസ്ഥലം ഈട് വെച്ച് എത്ര ലക്ഷം രൂപ വരെയും വായ്പ ലഭിക്കും. എന്നാൽ 3 ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്കാണ് കേന്ദ്ര സർക്കാർ സബ്സിഡി ലഭിക്കുന്നത്. വസ്തുവിന്റെ നികുതി രസീതും കൈവശ അവകാശ രേഖയും അപേക്ഷകന്റെ ഫോട്ടോ, ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവയാണ് 1,60,000 രൂപ വരെയുള്ള വായ്പയ്ക്ക് വേണ്ടത്. അതിന് മുകളിലുള്ള തുകയ്ക്ക് സ്വർണ്ണ പണയമോ അല്ലെങ്കിൽ ആധാരമോ ഈടായി നൽകണം.
കൃഷിസ്ഥലത്തിൻ്റെ വിസ്തൃതി, കൃഷി ചെയ്യുന്ന വിള, കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾ, കാർഷിക യന്ത്രങ്ങളുടെ പരിപാലനം, ഉപഭോഗ ആവശ്യങ്ങൾ, കാർഷികേതര മേഖല പ്രവർത്തനങ്ങൾ എന്നീ പ്രവർത്തനങ്ങൾക്കുള്ള പ്രവർത്തന മൂലധനം തുടങ്ങിയ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് പരമാവധി വായ്പാ തുക നിശ്ചയിക്കുന്നത്. കൂടാതെ ഇപ്പോൾ ആട്, പശു, കോഴി, പന്നി വളർത്തൽ, ഉൾനാടൻ മത്സ്യബന്ധനം തുടങ്ങിയ കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് കൂടി കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിധിയിൽ ഉൾപ്പെടുത്തി വായ്പ അനുവദിക്കുന്നതാണ്. കൃഷി ചെയ്ത് വിളവെടുത്ത് വരുമാനം ലഭിക്കുന്നത് വരെയുള്ള സമയത്തെ കർഷകന്റെ ഉപഭോഗ ആവശ്യങ്ങൾക്ക് കൂടിയുള്ള തുക വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുന്നു. ഓരോ കൃഷിക്കും നിശ്ചയിച്ചിരിക്കുന്ന ഉൽപാദന വായ്പാ തോക്ക് അഥവാ സ്കെയിൽ ഓഫ് ഫിനാൻസ് അടിസ്ഥാനപ്പെടുത്തിയാണ് വായ്പ ലഭിക്കുക. 10 സെന്റിൽ കൃഷി ചെയ്യുന്ന ആൾക്കും 1 ഏക്കറിൽ കൃഷി ചെയ്യുന്ന ആൾക്കും ഒരേ തുക അല്ല വായ്പാ പരിധിയായി വരിക. അതുപോലെ എല്ലാ സാമ്പത്തിക വർഷവും ജില്ലാ തിരിച്ച് വായ്പാ മാനദണ്ഡങ്ങളും തുകയും തീരുമാനിക്കുവാൻ പ്രത്യേകം സംഘമുണ്ട്. അതനുസരിച്ചാണ് ഓരോ വിഭാഗം കൃഷിക്കും എത്ര തുക വരെ നൽകാം എന്ന് നിശ്ചയിക്കുക. അതിനാൽ ഒരേ ഭൂമിയിൽ തന്നെ നെല്ല്, വാഴ, മരച്ചീനി, കുരുമുളക്, റബ്ബർ എന്നിവ കൃഷി ചെയ്യുവാൻ വ്യത്യസ്ത വായ്പാ തുകയായിരിക്കും ലഭിക്കുക. സാധാരണയായി 1 സെന്റിന് 5000 രൂപയോളമാണ് ഈ വായ്പാ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. കൃഷിഭൂമിയുള്ള ഏതൊരു കർഷകനും കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാം. പാട്ടകൃഷിയുള്ള കർഷകർക്കും കർഷക സംഘങ്ങൾക്കും രജിസ്റ്റർ ചെയ്ത് പാട്ടക്കരാറും കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ കരമടച്ച രസീതും ഹാജരാക്കി വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ വായ്പ എടുക്കുവാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പൊതുമേഖലാ ബാങ്ക്, ഗ്രാമീണ ബാങ്ക്, കേരള ബാങ്ക് തുടങ്ങി ഏതെങ്കിലും ബാങ്കിന്റെ ശാഖയിൽ ചെന്ന് KCC വായ്പയ്ക്ക് അപേക്ഷ നൽകിയാൽ മതി. 5 വർഷമാണ് KCC വായ്പയുടെ കാലാവധിയെങ്കിലും ഓരോ വർഷവും വായ്പകൾ പുതുക്കേണ്ടതാണ്. 5 വർഷത്തിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ പുതിയ KCC വായ്പ അനുവദിക്കുന്നതുമാണ്. KCC വായ്പ എടുക്കുന്നവർക്ക് വ്യക്തിഗത അപകട ഇൻഷുറൻസ് പരിരക്ഷ കൂടി ലഭിക്കുന്നുണ്ട്. വായ്പ എടുക്കുന്നവർക്ക് 25,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള അപകട ഇൻഷുറൻസ് പരിരക്ഷയാണ് ലഭിക്കുന്നത്. ഈ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.